അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല, സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ്. പല ബന്ധങ്ങളും ഉടക്കി പിരിയുന്നത് ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ്. അതുപോലൊരു തെറ്റിദ്ധാരണയായിരുന്നു അർജുൻ്റെ ഫാമിലിയും ഈ പറയുന്ന മനാഫും തമ്മിലുള്ള വിഷയം. അർജുൻ്റെ ഫാമിലി ഇന്റർവ്യൂവിന് വന്ന സമയത്ത് തന്നെ നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് ഇവരിപ്പോൾ ഇങ്ങനൊരു കാര്യമായിട്ട് വന്നതെന്ന് നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം എന്തായാലും ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. മനാഫും അർജുൻ്റെ ഫാമിലിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ പറഞ്ഞു തീർത്തിട്ടുണ്ട്. മനാഫ് അർജുൻ്റെ ഫാമിലിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, പോയി എല്ലാ കാര്യങ്ങളും സംസാരിച്ച് കോംപ്രമൈസ് ആയിട്ടുണ്ട്. കുറച്ച് മുന്നേ പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലിൽ ഖാദർ കരിപ്പൊടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരൻ ഉൾപ്പെടെ ഈ ഒരു വിഷയം സോൾവ് ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യമേ അവോയ്ഡ് ചെയ്യാമായിരുന്നു. എങ്കിൽ പിന്നെ ഈ പോലീസ് കേസ്, ഈ പറയുന്ന കലാപാഹ്വാനം, FIR ഇതെല്ലാം ഒഴിച്ചു വിടാമായിരുന്നു. ആദ്യമേ ഇത് ഇവരുടെ ഇടയിൽ ആരെങ്കിലും നിന്ന് സംസാരിച്ചായിരുന്നുവെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പരസ്പരമുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ പല കൈകടത്തലുകളിലൂടെ പിന്നീട് അത് എത്തപ്പെടുന്നത് മറ്റൊരു ദിശയിലേക്കായിരിക്കും. അത് പരിഹരിക്കണമെന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ട് ഇന്ന് അർജുൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ മനാഫും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. രണ്ടുപേരും അപ്പുറം ഇപ്പുറം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അതായത് മനാഫിനെ പല സമയങ്ങളിൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയും ചില സമയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമായതിൻ്റെ പേരിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനാഫിന് മനസ്സിലാകാതെ പോവുകയും, അപ്പോൾ മനാഫ് ആ കാര്യം ഇന്ന് ഇവിടെ വന്നപ്പോൾ ക്ലിയറായി അർജുൻ്റെ സഹോദരനും എളിയനും എല്ലാവരും കൂടി അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ക്ലിയറായി ഒരു കട്ടുമില്ലാതെ മനാഫിനോട് പറഞ്ഞപ്പോൾ മനാഫിന് ആ കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടു. അല്ല മനാഫെ? അതെ, ക്ലിയറായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു വിഷയമില്ല. നമ്മളിത് മെയിൻ സ്ട്രീമിലൂടെ കേട്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയ രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ്. അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട മനുഷ്യൻ മനാഫായിരുന്നു. അദ്ദേഹം അത് വളരെ ക്ലിയറായി മനസ്സിലാക്കി. മനാഫിന് കാര്യങ്ങൾ മനസ്സിലായില്ലേ? കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി. ഇവർക്ക് ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം. അപ്പോൾ അതിപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് ഉദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ്, ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ചില തെറ്റിദ്ധാരണകളുടെ പേരിലായിരുന്നു ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം നടന്നത്. അത് ഇവർ സംസാരിച്ച് തന്നെ സോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിൽ വർഗീയത വന്ന് പറയുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ബോധവും വിവരവും ഇല്ലാത്ത കുറേ ആൾക്കാർ, അതായത് മതത്തിൻ്റെ പേരിൽ പറഞ്ഞ് ചീത്ത വിളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക, എന്തൊക്കെ പരിപാടികളായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന ഓരോ ആൾക്കാർ വന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇനി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇനി എന്ത് ചെയ്യും? ഇനി ഇവർ എന്തിൻ്റെ പേരിലായിരിക്കും അടി ഉണ്ടാക്കാൻ പോണത്? കുറേ ആൾക്കാർ പറയുന്നത് കേട്ടായിരുന്നു, മനാഫിൻ്റെ യൂട്യൂബ് ചാനലായിരുന്നു പ്രശ്നം, മനാഫ് എന്ന് പറയുന്ന വ്യക്തി പൈസ പിരിക്കാനായിട്ട് ശ്രമിച്ചു. ഇതെല്ലാം ഈ പറയുന്ന അർജുൻ്റെ ഫാമിലി പറഞ്ഞ അലിഗേഷനാണ്. ഇതെല്ലാം ഇവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയ കാര്യമാണ്. ആ ഒരു പ്രസ് കോൺഫറൻസ് വന്ന സമയം തൊട്ടേ നമ്മളെല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ ഇടയിൽ ആരും എന്തോ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഇവർക്കൊരു തെറ്റിദ്ധാരണ പറ്റി, ഇവർ പരസ്പരം ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളെന്ന്. അതിൻ്റെ പേരിലായിരുന്നു ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായതും കേരളത്തിലുള്ള എല്ലാ മീഡിയാസുകാരും ഇതെടുത്ത് ചർച്ച ചെയ്തതുമല്ല. എന്നാൽ ഈ മീഡിയക്കാരുൾപ്പെടെ ഇതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് എങ്ങും നിൽക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അവർ ചെയ്തത് എന്താണ്? അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പോരാത്തിന് നമുക്കെല്ലാവർക്കും ഇതൊരു കോണ്ടന്റ് എന്ന് പറയുന്ന ഒരു സാധനവുമായി മാറി. എന്തായാലും കാര്യങ്ങൾ പറഞ്ഞു തീർത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലോട്ടൊന്നും പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. മരിച്ച് ചിത ദഹിപ്പിച്ച് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്താ പറയണ്ടേ, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. അത്ര എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. എന്തെങ്കിലും ബാക്കിയോടെ കേൾക്കാം. ഇതൊക്കെ നമ്മളെ കുടുംബമാണ്. ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട, കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്.
എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല, സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ്. ഞാൻ വീണ്ടും ഇവരോട് പറയാണ്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് പാകപ്പയവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞു കഴിഞ്ഞ് മാപ്പ്. ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഇത് നമ്മളെ കുട്ടികളാണ്. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും എനിക്കും ഒക്കെ ഇനിയും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ. പിന്നെ ഇവരെ സംഗി, പിന്നെ അളിയ, അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ചെയ്ത് ചെയ്യരുത്. ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട്. ഇതിപ്പോൾ ഒരു ഫാമിലിയാണ്. ഒരിക്കലും ഇനി ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുക, അത് എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്, നമുക്കുണ്ടായ മനപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാന്നുള്ള രീതിക്ക് ഈ ഒരു തെരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു, ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ള. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ആ ഒരൊറ്റ പ്രസ് കോൺഫറൻസ് ഉണ്ടല്ലോ, എന്തെല്ലാം വിഷയത്തിലോട്ടാണ് ഇവരെ വഴിതിരിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാര്യം മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് വയ്ക്കാം. ഇവരുടെ ഒരൊറ്റ ഇൻ്റർവ്യൂവിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മനാഫിനെയാണ്. ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ. ആ ഒരു ഇൻ്റർവ്യൂ മാത്രമല്ല, അതിൻ്റെ പേരും പറഞ്ഞ് കേസായി. പിന്നെ മനാഫിൻ്റെ പേരിൽ FIR ഇട്ടു. മനാഫ് പിന്നെ വന്ന് കരഞ്ഞുകൊണ്ട് വന്നു. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവും ഇതിനകത്ത് ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ തീരേണ്ട ഒരു വിഷയത്തിനാണ് കേരളം മുഴുവനും ഇത്രയും പ്രശ്നം ഉണ്ടായത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനി നമുക്കിനി എന്ത് പറയാനാണല്ലേ? എന്തായാലും സന്തോഷമേ ഉള്ളൂ. എന്തായാലും ബാക്കിയുടെ കാണാം. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയുക, ഒരു വർഗീയ തലത്തിലുള്ള ആൾ, പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചു പിടിക്കുന്ന കുറേ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയില്ലേ. നമുക്കിപ്പോൾ ഓരോടിപ്പോൾ എന്താ പറയാ, അവർക്കിപ്പോൾ ഓരോടൊന്നും ഇതിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരളാക്കണം. വർഗീയ ഇപ്പൊ ഇവരെ പേരിൽ തമ്മിലടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തുണ്ട്. സോ അവർ മനസ്സിലാക്കേണ്ടത് ഇതാ, അഭിജിത്താണെങ്കിലും മനാഫാണെങ്കിലും ജിതിനാണെങ്കിലും മുബീനാണെങ്കിലും ഓരോരുത്തർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്തൊരു കാര്യം അത് ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് ഇതിങ്ങനെ തന്നെ പോട്ടെ. പിന്നെ പേഴ്സണലി വന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും, എനിക്ക് ഈ ഒരു ഫ്രെയിം കണ്ടോടുകൂടി എൻ്റെ പേഴ്സണലിയുള്ള കാര്യങ്ങൾ എനിക്ക് തീർന്നു. എനിക്ക് അത്രയേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ മുകളിൽ എനിക്ക് വേറെ ഒന്നുമില്ല. നമ്മളെ ഇപ്പം ഇവർക്ക് കിട്ടിയ ആക്രമണത്തിൻ്റെ ഒന്നും കൂടുതലൊന്നും നമുക്കാർക്കും വരുന്നില്ല, കാരണം നമുക്കത് ശീലമുള്ള ആൾക്കാരാണ്. ഇവർക്ക് അത് അങ്ങനെയല്ല, ഈ ഫാമിലി അങ്ങനെയല്ല, ഇവരാരും അങ്ങനെയല്ല. അതുകൊണ്ട് അവർക്കത് കിട്ടുന്നത് നിന്ന് പോകുന്ന അൾട്ടിമേറ്റ്ലി ഉള്ളൂ. അതിന് സഹായിച്ച ഓരോരുത്തർക്കും, ബാബുബായിക്കാണെങ്കിലും ഇനി ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. ഇവർക്കൊക്കെ എല്ലാവരോടും ഒരു നന്ദി പറയാണ്. ഇതോടുകൂടി പ്രശ്നം തീരുമ്പോഴുള്ളൊരു സമാധാനം. ഇത് കേട്ടുന്ന നമ്മളെ ഈ കാര്യത്തിൽ ആരൊക്കെ സഹായിച്ച് പേരെടുത്ത് പറയുന്നില്ല, ഇനി പേരെടുത്ത് പറഞ്ഞിട്ട് ഒരു മനപ്രയാസം ആർക്കും വരരുത്. സകല മനുഷ്യർക്കും ഇന്ത്യയും അർജുൻ്റെയും ഫാമിലിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള കാര്യം. എന്തായാലും മനാഫും അർജുൻ്റെ ഫാമിലിയും തമ്മിൽ ഒന്നിച്ചിരിക്കുന്നു. ഇനി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരുടെയും സപ്പോർട്ടിനും കാര്യങ്ങൾക്കും എല്ലാം നന്ദി എന്നും പറഞ്ഞിട്ട് ഈ ഒരു സാധനം വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വളരെ ചെറിയൊരു കാര്യത്തിനായിരുന്നു ഇത്രയും വലിയൊരു സംഭവമായിരുന്നു. അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. ആ ഒരു എന്താ പറയണ്ട, ആ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി ഇത്രയൊക്കെ സംസാരിച്ചു. പിന്നെ കേരളം മുഴുവനും അതിൻ്റെ എഗെയിൻസ്റ്റായി. വർഗീയ കലാപം അഴിച്ചുവിടാനായിട്ടുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി. ഇതെല്ലാം സംസാരിച്ചാൽ തീരുന്ന വിഷയമായിരുന്നു. എന്തായാലും അവർ തന്നെ സംസാരിച്ചത് തീർത്തിട്ടുണ്ട്. അറിഞ്ഞതിൽ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നന്മ ഉണ്ടായതിൻ്റെ പേരിലാണ് ഈ ഒരു വിഷയം ഇപ്പം തീർന്നത്. അപ്പോൾ ഇനിയും നല്ല നല്ല കാര്യങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. എന്തായാലും അർജുൻ്റെ ഫാമിലിക്കും ഈ പറയുന്ന പ്രത്യേകിച്ച് അർജുൻ്റെ അളിയനെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഊക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് അർജുൻ്റെ ഫാമിലിയിലുള്ള
ഈ അളിയനെയാണ് ആർക്കും കണ്ടുകൂടാത്തത്. എന്തായാലും ആ ഒരു കാര്യത്തിലെല്ലാം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.